നമസ്കാരം. എവിടാന്നറിയണ്ടേ? ചിന്നമന്നൂർ, തമിഴ്നാട്. ഈ തേനിക്ക് ഇപ്പുറത്തുള്ള ഭാവമാണ് ചിന്നമന്നൂർ എന്ന് പറയുന്നത്. ഈ കർഷകരില്ലേ, ഇപ്പം നെല്ലിട്ടെടുക്ക സമയമാണ്. ഇപ്പം കർഷകരാൽ എന്താ പറയുന്നത്, കർഷകരുടെ ഭാഗമായിട്ടുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് ഈ ഭാഗം ചിന്നമന്നൂർ. ഏറ്റവും കൂടുതൽ കർഷകരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ വ്യവസായം എന്ന് പറയുന്നത് തമിഴിൽ, മലയാളത്തിൽ കൃഷി എന്ന് പറയും. അപ്പോൾ നമ്മളിനി അടുത്ത യാത്ര എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിന്നമന്നൂരിൽ നിന്ന് നേരെ മേഘമലയ്ക്കാണ് പോകുന്നത്. മേഘമല, മേഘങ്ങൾ കൂടി ഇരിക്കുന്ന സ്ഥലം, അതാണ് മേഘമല. അപ്പോൾ ചിന്നമന്നൂർ ഞാനിപ്പോൾ ഒരു 6 മണി കഴിഞ്ഞപ്പോൾ ഞാൻ എത്തിയായിരുന്നു. ഇവിടെ റൂം എടുത്തു. വിനായക ലോഡ്ജ് എന്നാണ് ഈ ലോഡ്ജിൻ്റെ പേര്. ഇവിടെ ഒളിക്യാമറയൊക്കെ ഉണ്ടോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ പരിശോധിക്കുകയായിരുന്നു. പറയാൻ പറ്റത്തില്ല, ഹോട്ടലിലും ലോഡ്ജിലൊക്കെ ഒളിക്യാമറയൊക്കെ ഉണ്ടോ. നമ്മളെയൊക്കെ പകർത്തി കഴിഞ്ഞാൽ എന്നാ ഉണ്ടാക്കാനാണ്? ഒന്നുമില്ല. ഞാൻ വിവാദങ്ങളിലൊക്കെ അങ്ങനെ കേട്ടിട്ടുണ്ട്, ഒളിക്യാമറയൊക്കെ വെച്ചിട്ടുണ്ടെന്ന്. ഇവിടെ ഞാനൊക്കെ ചെറുതായിട്ടൊക്കെ തപ്പിയൊക്കെ നോക്കിയായിരുന്നു. അതുകൊണ്ട് കാണുന്നൊന്നുമില്ല. അടുത്ത മേഘമല വിശേഷങ്ങളുമായിട്ട് ഷാജി വരുന്നതായിരിക്കും. ഈ കേരളത്തിൽ നിന്ന്, കുമ്പളിയിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് അവരവരുടെ ഗ്രാമത്തിലേക്ക് പോകുന്ന ബസ്സായത്. ഈ ബസ്സാണെങ്കിൽ ഗ്രാമം വഴിയൊക്കെ പോകുന്നു, തേനിയിലേക്ക് പോകുന്നു. അപ്പോൾ ഞാൻ കുമ്പളി കൊണ്ട് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നിയിട്ട് നിർത്തുക. അപ്പം നമ്മുടെ യാത്ര മേഘമലയിലേക്കുള്ള യാത്ര ആരംഭിക്കുകയായി. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര കെട്ട വർത്താനമാണ് സംസാരിക്കുന്നത്. തമിഴായിട്ട് നമുക്ക് മനസ്സിലായില്ല. തമിഴ് മക്കൾ കാണുവാണെങ്കിൽ തീർച്ചയായും മനസ്സിലാക്കും ഇത്. ഗ്രാമക്കാഴ്ചകൾ എന്ന് പറയും, അതിമനോഹരമായ കാഴ്ച. ഈ തമിഴ്നാട്ടിൽ ഈ ഇലക്ഷൻ വരാൻ പോവുക. അവരുടെ ബ്രാൻഡ് കേട്ടപ്പോൾ പ്രത്യേക ഒരു ഭംഗിയാണ്. നമ്മുടെ കേരളത്തിലെ കുത്തല്ല ഇത്, വളരെയേറെ വ്യത്യാസവും. ഞാനൊരു വീഡിയോ എടുത്തപ്പോൾ ഞാൻ കേട്ടോണ്ട് ചോദിച്ചു, ഇത് കർഷക കൂട്ടായ്മയുടെ ആൾക്കാരാണ് ഇവർ. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തോട്ടെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞ് ധൈര്യമായി വീഡിയോ എടുത്തോ, കുഴപ്പമൊന്നുമില്ല. അവർ മക്കളും ഫുൾ സപ്പോർട്ട്. പിന്നെ ഇനി എന്തോ വേണം. നമ്മുടെ ഡ്രോൺ ഷോട്ട് വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. മേഘമലയിൽ ഡ്രോൺ ഷോട്ട് വീഡിയോ എടുക്കാൻ പാടില്ല, എന്നാലും ഞാൻ പെർമിഷനോടുകൂടി ഡ്രോൺ ഷോട്ട് വീഡിയോസ് എടുത്തു. പക്ഷേ ഞാൻ ബസ്സിലാണ് നമ്മുടെ ഡ്രോൺ കൊണ്ടുപോയത്. ഞാൻ ആദ്യം നമ്മുടെ മയിൽ വാഹനത്തെ പോകാനായിരുന്നു എനിക്ക് താല്പര്യം. ബസ്സിലാണെങ്കിൽ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ അത്രയ്ക്കും തിരക്കാണ്. ഞായറാഴ്ചയാണ് ഞാൻ പോയത്. രാവിലെ 6 മണിക്കൊരു വണ്ടിയുണ്ട്, 4 മണിക്കും ഉണ്ട്. രാവിലെ വെളുപ്പിന് 4 മണി, പിന്നെ 6 മണി. അത് കഴിഞ്ഞാൽ 11 മണിക്കേ ഉള്ളൂ. ഞാൻ 11 മണിക്കത്തെ വണ്ടിയിലാണ് ഞാനിവിടെ വന്ന് ഇറങ്ങിയത്. നമ്മുടെ വീഡിയോ കാണുകയും കഴിവതും വെട്ടം കൂട്ടി കാണണമെന്ന് എല്ലാവരോടും ഞാൻ സ്നേഹപൂർവ്വം പറയുന്നു. ഗൈസ് നോക്കൂ, നമ്മൾ മേഘമലയുടെ അടുക്കാറായി. ഒരു ചേട്ടനാಗಿ എനിക്ക് ഒരുപാട് നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞു തരിക. ഇന്ന സ്ഥലത്ത് ഇറങ്ങണം, അവിടെ ഡാമുണ്ട്. എന്നീ കാണുന്ന ഈ പുള്ളി ഇലക്ഷനിലൊക്കെ നിന്ന ഒരു ആളാണ്. അവിടെ വരുന്ന വഴിക്ക് ഞാൻ ഇദ്ദേഹത്തെ പരിചയപ്പെട്ടതാണ്. ഞാൻ കണ്ടക്ടർ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ മേഘമലയ്ക്ക് ടിക്കറ്റ് തരാം. അപ്പം നിങ്ങൾ എന്താ ഫോറസ്റ്റ് ഓഫീസറാ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഞാനിവിടെ നിങ്ങൾ സുത്തിപ്പാക്ക വന്നിരിക്കാന്ന് പറഞ്ഞു. അപ്പോൾ അന്നേ മേഘമലയ്ക്ക് ടിക്കറ്റ് കൊടുക്കണേ. മേഘമലയ്ക്ക് ടിക്കറ്റ് അങ്ങ് ഒന്നുമേ കാണുകയില്ലേ എന്ന് പറഞ്ഞു. അവിടെ ഒന്നും കാണാനൊന്നും ഇല്ലെന്ന്. നിങ്ങൾ വേറെ സ്ഥലം വന്യാർ എന്നാണ് അങ്ങനെ സ്ഥലത്ത് എന്നോട് ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞു. അവിടെ വന്ന് വ്യൂ പോയിൻ്റൊക്കെ കണ്ട്
അവിടുത്തെ അപ്പുറത്തോട്ട് മാറി ഡ്രോൺ ഷോട്ടൊക്കെ എടുത്തു. അടുത്ത നമ്മുടെ വ്ളോഗിൽ ഡ്രോൺ ഷോട്ട് വീഡിയോസൊക്കെ വരും. അപ്പോൾ 2 ഭാഗമായിരിക്കും നമ്മുടെ വീഡിയോ വരുന്നത്. മേഘമലയിൽ എസ്റ്റേറ്റ് ഉള്ള കാര്യം എനിക്കറിയത്തില്ലായിരുന്നു. ഇവിടെ തേയിലച്ചെടികളുള്ള ഭാഗങ്ങളായിട്ട് എനിക്കറിയാനൊന്നും അറിയത്തില്ല. ഞാൻ 1-2 വ്ളോഗുകളൊക്കെ കണ്ടായിരുന്നു. അന്നങ്ങനെ തേയിലച്ചെടിയുടെ കാര്യമൊന്നും അറിയില്ല. ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ തേയിലച്ചെടികളുണ്ടെന്നും എസ്റ്റേറ്റ് ആണെന്നും ഒക്കെ ഞാൻ അറിയുന്നത്. പിന്നെ മല കയറി മേലോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല ക്ലൈമറ്റാണ്. ഞാൻ ഉച്ച സമയം 1 മണിക്കാണ് വന്നത്. നല്ല ക്ലൈമറ്റ്, നല്ല തണുപ്പാണ് ഇവിടെ വന്നാൽ. അതാണ് മേഘമലയിൽ, മേഘങ്ങൾ കൂടിയിരിക്കുന്ന മലയിൽ. എനിക്ക് മേഘമലയിൽ കിട്ടും. സായിപ്പുമാർ വെച്ച് കൊടുത്തതായിരിക്കാം ഈ ഭാവം. ഇവിടെ ധാരാളം ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട് ഗൈസ്. ഞാൻ മാത്രമല്ല, ഒരുപാട് ടൂറിസ്റ്റുകൾ തന്നെയുണ്ട് ഞായറാഴ്ച. ഇവിടെ ഞായറാഴ്ച ദിവസം മക്കൾ ഏറ്റവും കൂടുതൽ, മക്കൾ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾ നാട്ടോ. ഞാൻ ഇതൊക്കെ തമിഴ് പറയുന്നത്, തമിഴ്നാട്ടിലല്ലേ പോയത്, അപ്പോൾ തമിഴല്ലേ സംസാരിക്കാൻ പറ്റി. ശനി ഞായർ ദിവസങ്ങളിൽ നല്ല തിരക്കായിരിക്കും ഈ ബസ്സിൽ. അവരുടെ ഭക്ഷണ കാര്യങ്ങളും എല്ലാം ഇതുപോലത്തെ ബസ്സിലാണ് കൊണ്ടുവരുന്നത്. ഇവിടെ വേറെ വണ്ടികളൊന്നും അങ്ങനെ കയറ്റി വിടത്തൊന്നുമില്ല. ഹായ്, എല്ലാവർക്കും നമസ്കാരമുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് മുട്ടയൊക്കെ അടിച്ചത്? ഞാൻ എല്ലാവർക്കും ഞാൻ നോക്കുമ്പോൾ ഒരു വട്ടനായിട്ട് തോന്നും. പക്ഷേ ഞാൻ വട്ടനല്ല. നമ്മുടെ കേരളത്തിലെ ചൂടെന്ന് പറഞ്ഞത് അന്യായ ചൂടാണ്. അതുകൊണ്ടാണ് ഞാൻ മുട്ടയടിച്ചത്. എല്ലാവരുടെയും അഭിപ്രായമൊക്കെ പറയണേ ഗൈസ്. തേയിലത്തോട്ടത്തിലൂടെ നടന്നു പോവാ. ഇവിടെ അടുത്തൊരു വ്യൂ പോയിന്റ് ഉണ്ട്. ആ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി വന്നതാണ്. ഇവിടെ ധാരാളം എസ്റ്റേറ്റുകൾ ഉള്ളതുകൊണ്ടേ ഇവിടെ ലേനങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ ആ ലേനിക്കൂടത്ത് കയറിയിട്ടാണ് അപ്പുറത്തെ വ്യൂ പോയിന്റിൽ ഇറങ്ങിയത്. ഞാൻ ബസ് ഇറങ്ങി ഇപ്പുറത്തെ പൈപ്പ്. ഇവിടുന്ന് നടന്ന് 4 ബ്ലോഗേഴ്സ് പിള്ളേരുണ്ട്, അവരും ഉണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ആ പിള്ളേർ നടന്നു പോയത് ബസ് വെച്ച് പരിചയപ്പെട്ടതാണ്. ഇവിടെ മേഘമലയ്ക്ക് അടുത്ത ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് ഇനി നമ്മുടെ യാത്ര. മേഘമല ഭാഗത്തെ ഡ്രോൺ ഷോട്ടൊന്നും എടുക്കാൻ പറ്റത്തില്ല. ചെക്ക് പോസ്റ്റിൽ വെച്ച് പിടിക്കും. പക്ഷേ ഞാൻ ബുദ്ധിമാനാണ്. ഞാനേ ഡ്രോണ് ഇത് ബസ്സിനകത്ത് തന്നെ വെച്ചുകൊണ്ട് വന്നപ്പോൾ എനിക്ക് ചെക്കിംഗ് ഒന്നുമില്ല. ബാക്കിയുള്ള ബൈക്കിൽ വന്ന ആൾക്കാരെല്ലാവരും ഡ്രോണ് മുതൽ എല്ലാ കാര്യങ്ങളും പിടിച്ചു വെക്കുകയും ചെയ്തു. പക്ഷെ നമ്മുടെ ഡ്രോണൊന്നും പിടിച്ചു വെച്ചില്ല. അതുകൊണ്ട് വ്യൂ പോയിൻ്റ് പറത്താൻ പറ്റത്തില്ല. വ്യൂ പോയിൻ്റ് കഴിഞ്ഞ് ഇങ്ങോട്ടുള്ള ഭാഗങ്ങളിലൊക്കെ പറത്താം, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. അവിടെ റെസ്ട്രിക്റ്റഡ് ഏരിയ. ഞാനേ കുറേ 2 പിള്ളേർ വരുന്നുണ്ട്, അവരെ നോക്കുമായിരുന്നു. കണ്ടോ, ഇവിടെ ഒരക്ക ഓസ് വലിക്കുക, കുടിവെള്ളം. ലേനത്തിൽ കൂടാ നമ്മുടെ പോക്ക്. കണ്ടോ, പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെ പോവാ. பிள்ளைங்களாம் போச்சு. ஜாலியாக இருக்காங்க. நான் அந்த இங்கே 2 நின்ன பிள்ளைங்க தானே அந்த பிள்ளை தெரியலையே.
Something is cooking. வீடு கட்டுவாங்க. ஆ? இதுக்குள்ள வச்சா வீடு கட்டுவாங்க. ஓ இங்க எப்படி வருவாங்க? இது சூப்பரா இருக்கு. சூப்பரா இருக்கா? நான் எடுத்து வந்துருங்க. நான் என்னத்த பண்ணுவேன்? நான் இது தூக்கி வச்சிருக்கேன். எங்கள் அம்மா கேட்பா உன்னை எதுக்கு அனுப்பிட்டு அதாவது எனக்கு ஃபுல்லாலாம் வேணாம் ஓரளவுக்கு தெரிஞ்சாலே போகும் அது நான் சொல்ல மறந்துட்டேன் இப்போ தான் நான் பார்க்குறேன் எல்லாத்தையும் ஃபுல்லாக எடுத்து வச்சிருக்கீங்க ഹായ് ഈ മേഘമല ഭാഗത്തെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ വ്യൂ പോയിൻറ്റിൽ പറയുമ്പം നമ്മുടെ കേരളത്തിൻ്റെ ഒരു ചരിത്രം കൂടെ പറയണം. കേരളത്തിൽ ശല്യമായിട്ട് നിന്ന ഒരു അരിക്കൊമ്പൻ എന്ന് പറഞ്ഞ ഒരു ആനയുണ്ട്. ആനയെ ഇവിടെ ഈ ഭാഗത്താണ് കൊണ്ട് വിട്ടേക്കുന്നത്, മേഘമല ഭാഗത്ത്. ഈ ഭാഗം എന്ന് പറഞ്ഞല്ലോ ഈ കുന്നായിട്ടുള്ള ഭാഗമാണ്, കുന്നും കൊക്കയുമായിട്ടുള്ള ഭാഗമാണ്. അതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം അരിക്കൊമ്പന് ഈ ഭാഗം വിട്ട് പോകാൻ പറ്റാത്തത്. ഇപ്പം ഞാൻ ഇരിക്കുന്ന ഭാഗം നല്ലൊരു കൊക്കയുടെ ഭാഗമാണ്. ജസ്റ്റ് കൈ വിട്ട് കഴിഞ്ഞാൽ 1000-2000 അടി താഴ്ചയിലുള്ള കൊക്കയാണ്, അവിടോട്ട് പോവും. ആ ഭാഗത്തെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, അതും നമ്മൾ അപ്ലോഡ് ചെയ്യും. ഇപ്പം അരിക്കൊമ്പനെ പറ്റി എല്ലാവരും മറന്നു കാണും. നമ്മുടെ ഇടുക്കി ജില്ലയിൽ ജനിച്ച ആളാണ് അരിക്കൊമ്പൻ. അരിക്കൊമ്പൻ എന്ന് പേര് വരാൻ അവിടുത്തെ റേഷൻ കട മുഴുവൻ തകർത്ത്, 10ഓളം റേഷൻ കടയും തകർത്തു, വീടുകളും തകർത്തു. അതുകൊണ്ട് അവിടുത്തെ ഗവൺമെൻറ്റിന്, കേരള ഗവൺമെൻറ് ഭയങ്കര തലവേദനയായിരുന്നു ഈ അരിക്കൊമ്പൻ എന്ന് പറയുന്ന ആളിനെ, ഈ ആനയെ. അതുകൊണ്ട് ഈ നമ്മുടെ കേരളത്തിൻ്റെ അതിർത്തിയോടുള്ള സ്ഥലത്ത് കൊണ്ടിട്ടു. അപ്പോൾ അവിടെ നിന്നും ആൾ കമ്പത്തിറങ്ങി. അവിടുത്തെ കമ്പത്തിലെ ഫോറസ്റ്റ് ഓഫീസർ ഇതിനെ വെടിവെച്ച് പിടിച്ച്, മയക്കുവെടി വെച്ച് പിടിച്ചിട്ട് ഈ ഭാഗത്താണ് കൊണ്ടുവിട്ടത്. അതുകൊണ്ട് ഈ ഇവിടുന്ന് ഒരിക്കലും അരിക്കൊമ്പന് പുറത്ത് കടക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് എൻ്റെ യാഥാർത്ഥ്യം. കാരണം കൊക്കയും മലയും കുന്നുമായിട്ടുള്ള ഭാഗം. ഈ മല ഇറങ്ങി താഴ്വശം കണ്ടോ, കേരള ഫോറസ്റ്റാണ്. ഇവിടെ നിൽക്കുന്നത് തമിഴ്നാട് ഫോറസ്റ്റ്, കേരള തമിഴ്നാട് ബോർഡർ ആ ഭാഗമാണ്. അത് കണ്ടോ, ആ ഭാഗങ്ങളൊക്കെ നോക്കി. ഇതൊക്കെ രാമക്കൽമേടില്ലേ, നമ്മുടെ ഇടുക്കി പോലുണ്ട് ഇല്ലേ. ഈ പായൊക്കെ വീട് മേയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ പായകളൊക്കെ ഇവിടൊക്കെ ഇറങ്ങി പണ്ട് കാലത്തൊക്കെ ഈ വീട് കെട്ടാനും പായ്ക്കൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന. അങ്ങ് കാണുന്ന ആ പാറയില്ല, ഭയങ്കര മനോഹരമല്ലേ കാണാൻ. ആ നേരെ അങ്ങോട്ടുള്ള ഭാഗങ്ങൾ മുഴുവൻ തേനി. പക്ഷെ അങ്ങ് കാണുന്ന ഒരു വലിയൊരു മലയുണ്ട്, അത് കേരളത്തിൻ്റെ ഭാഗമാണ്, ബോർഡറാണ്. കുമളി ഭാഗമൊക്കെ അങ്ങോട്ടൊക്കെ വരുന്നത്. അങ്ങ് ദൂരെ കാണുന്നുണ്ടോ, അങ്ങ് കണ്ടോ ആ ഒരു ഭാഗം, ഒരു ചെറിയ പട്ടണമാണ്. അതൊക്കെ കമ്പത്തിൻ്റെ അങ്ങോട്ട് വരുന്ന ഭാഗങ്ങളൊക്കെയാണ്. ഈ മഞ്ഞ് കൂടിയ ഒരു കാലാവസ്ഥയാണ്ടേ ശരിക്കൊന്ന് കാണത്തില്ല. വെയിൽ താന്നിരിക്കുന്ന സമയത്ത് വരണം, അന്നേരം നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണാൻ. കൊച്ചു വീഡിയോ ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.